ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ്. ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോള് സ്കൂൾ വിട്ട് വരാൻ ടൈം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 3:30-4 മണിയൊക്കെ ആവും കേട്ടോ അവൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ 3:35 ആയിട്ടുണ്ട്. ആ ടൈമിൽ ഇതാ ഇന്നലെ വാങ്ങിച്ച ചോളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി വെക്കാം മോൾ വരുമ്പോഴത്തേക്ക് വെച്ചിട്ട് ഞാനിതിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബെല്ലടി കേട്ടോ. അപ്പോൾ ഞാൻ ആരായിരിക്കും വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി നോക്കിയത്. അപ്പോൾ ഇന്ന് ആൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നും സെക്കൻഡ് ട്രിപ്പിലാണ് സ്കൂൾ വിട്ടിട്ട് അവൾ വരാറുള്ളത്. ഇന്ന് എന്താ അവരെ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ അടുത്തേക്ക് പോവലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറയും ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ഇന്ന് ആൾക്ക് നല്ല സന്തോഷമായിട്ടോ. കാരണം ഞാൻ കൂട്ടാൻ പോവുകയും ചെയ്തില്ല. അവൾ സർപ്രൈസായിട്ട് വന്നപ്പോൾ എന്നെ സർപ്രൈസ് ആക്കിട്ടോ. അങ്ങനെ നേരെ പിന്നെ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കിറ്റും കാര്യങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറയുമായിരുന്നു, നീ വരുമ്പോഴത്തേക്ക് ഞാനിത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ എന്ന്. പിന്നെ ആൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ TV ഓണാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിലൊന്ന് പൊളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ 3/4 ഭാഗവും കേടന്നായിരുന്നു. പിന്നെ അതിന് ചെറിയൊരു പീസ് മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ പൊളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതും കേടായിരിക്കുമെന്ന്. പക്ഷേ അത് അങ്ങനെ കേടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോൾക്ക് ഈ കോണാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. സ്വീറ്റ് കോൺ അവൾക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്, സ്വീറ്റ് കോണാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ കോൺ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അതിന് ശേഷം ഇതാ ഇനിയിപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ അത് വേഗം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലുള്ള ആ ഒരു നാര് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോക്കിക്കളയാൻ എന്തെങ്കിലുമൊക്കെ ടിപ്പ് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വേഗം കഴുകിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ ചുട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്കിതുപോലെ പുഴുങ്ങിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ചൊരു മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീരൊക്കെ തേച്ചിട്ടും കഴിക്കാറുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ പൊതുവേ ഞാൻ ചോളം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. വൈകുന്നേരം വരെ വീട്ടിൽ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. രാവിലെ മോളങ്ങോട്ട് സ്കൂളിൽ പോയിട്ട് പിന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു തിരക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി ഉണ്ടാവില്ല. പിന്നെ അടിച്ചു വാരിയിട്ടാൽ രാവിലെ നമ്മൾ അടിച്ചു വാരി ഇടുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നാൽ പിന്നെ അടുത്ത പരിപാടി തുടങ്ങി. നമുക്കിത് തന്നെയല്ലേ പണി, വേറൊരു പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഞാൻ വേഗം തന്നെ അവളുടെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിന് ഇത് തുറക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല ഇപ്പോൾ എന്താ പറയുക, 2 ദിവസമായിട്ട് സ്കൂൾ തുറന്നിട്ട് ആകെ 2-3 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. ഈ 2-3 ദിവസം കൊടുത്ത ടിഫിനൊക്കെ മൊത്തത്തിൽ കഴിച്ചിട്ടാണ് വരൽ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ വേഗം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക. പിന്നെ നമ്മളെപ്പോഴും മക്കൾ സ്കൂളിട്ട് വന്നാൽ പാത്രം വേഗം കഴുകി വെക്കുക കേട്ടോ. അത് അവിടെ ഇവിടെ ഇട്ടിട്ട് പിന്നെ ലേറ്റ് ആക്കരുത്. പിറ്റേ ദിവസം അവർക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ കുപ്പിയൊക്കെ ഇതുപോലെ ഈ ഒരു കുപ്പി കഴുകാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് കേട്ടോ. കാരണം അത് നല്ല വായ്വട്ടം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കഴുകുക. കുപ്പിയൊക്കെ നമ്മൾ എന്നും കഴുകി വെക്കുക. അതുപോലെ കുപ്പി കഴുകുന്ന ഒരു സാധനമുണ്ട്, ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ ചെറിയ ഹോളിൽ കുപ്പിയൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ഇതാ അപ്പോഴേക്കും നമ്മുടെ ചോളൊക്കെ വിസിലടിച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾ ഉമ്മ ആയില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ വിസിലൊന്നും പോകാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കാണിച്ചിട്ട് വേഗം വിസിലൊക്കെ കളഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇതാ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് വെന്തില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആവി വറക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ചൂടോടെ തന്നെ ഞാൻ മക്കൾക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ മുന്നിൽ സാധനം എത്തിച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഞാനും പോയിട്ട് 2 എടുത്തിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഈവനിങ്ങിൽ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ചായ എല്ലാവർക്കും വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. വെള്ളമായാലും കുഴപ്പമില്ല. അങ്ങനെ മക്കളവിടെ TV ഒക്കെ കണ്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ വന്നാൽ ഇനിയിപ്പോൾ അടിച്ചു വാരലും ഒതുക്കലും പെറുക്കലൊക്കെ രാവിലത്തെ പോലെ തന്നെ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ചോളമൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആ ഇതൊക്കെ പുറത്തേക്കൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു അടിച്ചു വാരലേ ഇനി വാരുള്ളൂ. രാത്രി ആയാൽ പിന്നെ നമ്മൾ അടിച്ചൊന്നും വാരിയിടില്ല. എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പെറുക്കിയിടാറാണ് കേട്ടോ പതിവ്.
അപ്പോൾ പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞാൻ ഡിന്നറിനേക്കുള്ള ദോശമാവ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നെടുത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇനൂസിനൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ്. ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ദോശ ആയത് കാരണം ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഇതിന് മുന്നേ ആക്കി സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മോളെ കുറച്ച് നേരം പഠിപ്പിക്കട്ടെ. അപ്പോൾ അവളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഇസുവിനെ ഒതുക്കി നിർത്തണം. അപ്പോൾ ഞാൻ പിന്നെ അവൾക്കൊരു ബുക്കും പേനയൊക്കെ കൊടുത്തിട്ട് അവളൊരു സൈഡിലേക്ക് മാറ്റിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ ആൾ സമ്മതിക്കുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വരും കേട്ടോ. അങ്ങനെ അവരുടെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇനിയിപ്പോൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതാ നമ്മുടെ ദോശമാവും കൊണ്ട് ഇന്നിപ്പോൾ ഉഴുന്നിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടിയൊക്കെ എടുത്തിട്ട് എന്താ പറയുക, ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടി ആയത് കാരണം ഇത് കിട്ടുമോ എന്നൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഒരു പരീക്ഷണത്തിന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉഴുന്ന് കുയ്യപ്പം എന്നാണ് പറയുക. ഉഴുന്നിൻ്റെ മാവ് ഇതുപോലെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു എളുപ്പപ്പണിയിലാണ് ചെയ്യുന്നത്. കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നല്ല ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്താൽ, പൊടിയായി അരിഞ്ഞ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ദോശമാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ണിയപ്പം ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ആദ്യം ആ ഗ്യാസിനകത്ത് പരിപാടി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. കൈയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉണ്ണിയപ്പം ചട്ടിയിൽ ഫസ്റ്റത്തെ ട്രിപ്പ് ആയത് കാരണം ഞാൻ കുറച്ചൊരു ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം കിട്ടുമോ ഇല്ലേന്ന് അറിയില്ലല്ലോ. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുള്ളി കുറച്ച് ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ ഒരു മിക്സൊക്കെ ഒന്ന് ചൂടാറിയപ്പോൾ നമ്മുടെ ദോശമാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചെറിയുള്ളി ഇഞ്ചിയൊക്കെ ഇടണം കേട്ടോ, അതായിരിക്കും ടേസ്റ്റ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ചൂടാകാൻ വെച്ചതിൻ്റെ ഇടയിലൂടെ ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ബസ്മതി റൈസ് ഉണ്ടായിരുന്നു, അതൊന്ന് വേവിച്ച് വെക്കുകയാണ്. നാളെ മോൾക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് രാത്രി തന്നെ ഒന്ന് വേവിച്ച് വെക്കാം കേട്ടോ. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇത് ഒരു പുതിർത്തി പിന്നെ അത് വെന്ത് വരാനൊക്കെ ആകുമ്പോൾ ടൈം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിതാ ഇതുപോലെ ഉണ്ണിയപ്പം ചുടുന്ന പോലെ തന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഇതാ ഞാനൊരു ചട്നി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിന് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്, തേങ്ങ യൂസ് ആക്കുന്നില്ല കേട്ടോ. അതിന് ഒരു ഭാഗമൊക്കെ ഒന്ന് കുക്കായി വന്നപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചൊന്നും വെക്കണ്ട, ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആ ഒരു മേലഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുത്താലാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ സാധാരണ രീതിക്കും എടുക്കാം, പക്ഷേ ആ ഒരു മേലഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ആകെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. ചിക്കൻ കറീൻ്റെയും ബീഫ് കറീൻ്റെയും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ചട്നീൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഈ ഒരു കടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടോ. എന്താ പറയുക, മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഇന്നിപ്പോൾ ദോശമാവ് കണ്ടപ്പോഴാണ് ആ ഒരു ഓർമ്മ വന്നത്. അതിലിടക്ക് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ല, കുഞ്ഞാക്കാണ് ചെയ്യുന്നത്. ഒരു പാൻ എടുത്തിട്ട് ഫുള്ള് ലീക്ക് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരത് തുടച്ച് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് നമ്മുടെ ഡിന്നറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്നീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് തന്നെ ഒഴിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഇതിൽ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചട്നിയിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ തന്നെയാണ്, സിമ്പിൾ ആൻഡ് ഈസിയാണ്. അപ്പോൾ ഇതാ സവാള ഒന്ന് വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. എന്താ പറയുക, കുറച്ചൊരു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. സവാള ഒരുപാട് അങ്ങ് കുഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ.
ഇപ്പോൾ ഇതാ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കാണുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അടിപൊളിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് കടുക് തളിച്ചെടുക്കണം. കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ സാധാ ചട്നിയൊക്കെ വറവിടുന്നത് പോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചട്നിയിലേക്ക് ആകുമ്പോൾ ഈ ഒരു മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയല്ലേ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ആയി വരുന്നത് വരെ തോന്നുന്നുണ്ട്. ഇത് അധികമൊന്നും വെള്ളമില്ല കേട്ടോ, ഏകദേശം ഒരു ചമ്മന്തി ടൈപ്പാണ്. നമുക്ക് നീർദോശയിലേക്ക് വരെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അപ്പം, അതുപോലെ ഉഴുന്ന് ദോശ, ഇഡ്ഡലി, ഇതിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ എൻ്റെ മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഡിന്നറിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഉഴുന്ന് കുയ്യപ്പം, അതുപോലെ ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഒന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരട്ടെ. ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഡിന്നർ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലെ വ്ളോഗ്. ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.